थैंक यू फ्रेंड्स। कल देर रात आपसे मिलने का मौका मिल गया। मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबडी। ഇൻസ്റ്റഗ്രാമിൽ കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയ്ക്ക് ലഭിച്ച വൻ സ്വീകാര്യതയ്ക്ക് പിന്നാലെ യുവാക്കളോട് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും പുതിയ വീഡിയോയുമായി രംഗത്തെത്തി. യുവജനങ്ങൾ നൽകിയ പിന്തുണയും പ്രതികരണങ്ങളും തന്നെ ഏറെ സന്തോഷിപ്പിച്ചുവെന്നും അവരുടെ സ്നേഹവും വിശ്വാസവും തനിക്ക് വലിയ പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയ്ക്ക് 308 ദശലക്ഷത്തിലധികം കാഴ്ചക്കാരാണ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാത്രി 11:30 വരെ ഇത്രയും പേർ വീഡിയോ കണ്ടതായും മികച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. പിന്നീട് പങ്കുവച്ച വീഡിയോ ആദ്യ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം 10 ലക്ഷം പേരാണ് കണ്ടത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ വൈറലായതിന് പിന്നാലെ ഒരു ദിവസം കൊണ്ട് 10 ലക്ഷം പുതിയ അനുയായികളും പ്രധാനമന്ത്രിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ചേർന്നു. ഇതോടെ പ്രധാനമന്ത്രിയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണം 102 ദശലക്ഷമായി ഉയർന്നു. നന്ദി സുഹൃത്തുക്കളെ, കഴിഞ്ഞ രാത്രി നിങ്ങളുമായി ആശയവിനിമയം നടത്താൻ എനിക്ക് അവസരം ലഭിച്ചു. നിങ്ങൾ നൽകിയ പ്രതികരണങ്ങൾക്കും വിലപ്പെട്ട നിർദ്ദേശങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും വിശ്വാസവും എന്നും നിലനിൽക്കട്ടെ. നമ്മുടെ ബന്ധം കൂടുതൽ ശക്തമാകട്ടെ. വീണ്ടും എല്ലാവർക്കും നന്ദി എന്നാണ് പുതിയ വീഡിയോയിൽ പ്രധാനമന്ത്രി പറഞ്ഞത്. ഇൻസ്റ്റഗ്രാമിലൂടെ യുവജനങ്ങളുമായി കൂടുതൽ ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ കഴിയുന്നുണ്ടെന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. സാമൂഹിക മാധ്യമങ്ങളിൽ വികസന പദ്ധതികളുടെ വിവരങ്ങൾ മാത്രം പങ്കുവെക്കുന്നതിന് പകരം ഹ്രസ്വ വീഡിയോകൾ, റീലുകൾ, തത്സമയ സംവാദങ്ങൾ തുടങ്ങിയവയിലൂടെ പുതിയ തലമുറയുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കണമെന്ന് കേന്ദ്രമന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. യുവാക്കൾ കൂടുതലായി ഉപയോഗിക്കുന്ന വേദിയായ ഇൻസ്റ്റഗ്രാമിനെ കൂടുതൽ പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം വിശദീകരിച്ചു. അതേസമയം ദേശീയതലത്തിൽ വലിയ വിവാദമായ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിലും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൂടെ പ്രതികരിച്ചിരുന്നു. വ്യാഴാഴ്ച രാത്രി പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിൽ കുറ്റക്കാർക്കെതിരെ കൂടുതൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷയും അതിവേഗ വിചാരണയും ഉറപ്പാക്കുന്ന പുതിയ നിയമ ഭേദഗതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകുമെന്നും അടുത്തയാഴ്ച പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കുമെന്നും അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച ഒരു സാധാരണ കുറ്റകൃത്യമല്ല. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും അവരുടെ സ്വപ്നങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ വിഷയമാണ്. സർക്കാർ ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. കഴിഞ്ഞ 2.5 മാസത്തിനിടെ നിരവധി ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കേസുകളിലെ പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയും കുറ്റക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. ഇങ്ങനെയായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദേശം. അതേസമയം നീറ്റ് പരീക്ഷാ വിവാദവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രിയുടെ വീഡിയോ സന്ദേശത്തിൽ യാതൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല. യുവജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പത്തോടെ എത്തിച്ചേരാനുള്ള പുതിയ ആശയവിനിമയ രീതി എന്ന നിലയിൽ ഇൻസ്റ്റഗ്രാമിനെ ഉപയോഗിക്കുന്നതിലൂടെ പ്രധാനമന്ത്രിയുടെ സാമൂഹിക മാധ്യമ സാന്നിധ്യം കൂടുതൽ ശക്തമാകുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. വൈറലായ വീഡിയോയ്ക്കും അതിന് പിന്നാലെയുള്ള നന്ദി സന്ദേശത്തിനും വൻ ജനപ്രീതിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം കനത്ത പ്രതിഷേധത്തിനിടയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒറ്റ രാത്രി കൊണ്ട് 10 ലക്ഷത്തിലധികം ഫോളോവേഴ്സിനെ നേടി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള നടപടികളെക്കുറിച്ച് അദ്ദേഹം പങ്കുവച്ച സെൽഫി വീഡിയോയ്ക്ക് പിന്നാലെയാണ് ഫോളോവേഴ്സിന്റെ എണ്ണം വർദ്ധിച്ചത്. ഇതോടെ പ്രധാനമന്ത്രിയുടെ ആകെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണം 102 മില്യൺ, അതായത് 10.20 കോടി കടന്നു. തന്റെ വീഡിയോയ്ക്ക് ലഭിച്ച ജനപ്രീതി ചൂണ്ടിക്കാണിച്ചാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി മന്ത്രിമാർക്കും എംപിമാർക്കും നിർദ്ദേശം നൽകിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.